ചുറ്റും ഒരുപാട് പേരുണ്ടായിട്ടും ഒറ്റപ്പെട്ടുപോയ, തളർന്നുപോയ, കേൾക്കാനും മനസ്സിലാക്കാനും ഒരാൾ പോലും ഇല്ലാത്ത അവസ്ഥ ഉണ്ടായിട്ടുണ്ടോ? ഒരുപാട് സ്വപ്നങ്ങളും കഴിവുകളും ഉണ്ടായിട്ട് പോലും ഒന്നും നേടിയെടുക്കാൻ കഴിയാത്ത അവസ്ഥയിലൂടെ കടന്നുപോയിട്ടുണ്ടോ? കഴിഞ്ഞ കുറച്ച് ആഴ്ചകൾ മുന്നേ ഒരു 23 വയസ്സുകാരി എൻ്റെ മുന്നിലോട്ട് വന്നു. കരഞ്ഞു വീർത്ത കണ്ണുകളും ജീവിക്കണമെന്ന് ഒരു തരി പോലും ആഗ്രഹമില്ലാത്ത മനസ്സുമായി ഒരു പെൺകുട്ടി. കുറച്ചു നേരങ്ങൾക്ക് ശേഷം അവൾ സംസാരിച്ചു തുടങ്ങി. ചുറ്റും ഒരു വലിയ കുടുംബമുണ്ടായിട്ടും ഒറ്റപ്പെട്ടുപോയ, നിസ്സഹായയായി നിൽക്കേണ്ടി വന്ന, ഡിപ്രഷൻ എന്ന അസുഖത്തിന് മരുന്നെടുക്കേണ്ടി വന്ന അവളുടെ ജീവിതത്തെക്കുറിച്ച്. പെൺകുട്ടിയായി എന്ന ഒറ്റ പേരിൽ വീടിന് പുറത്തോട്ട് പോലും ഇറങ്ങാൻ സ്വാതന്ത്ര്യമില്ലാതെ ചിറകുകൾ മുറിക്കപ്പെട്ടവളായി അവൾ വളർന്നു. 18-ാം വയസ്സിൽ പഠനം പോലും നിഷേധിക്കപ്പെട്ട് അവൾ വിവാഹിതയായി. അവിടെയും അവളെ കാത്തിരുന്നത് വേദനകളുടെയും ചതികളുടെയും ഒരുപാട് കഥകളായിരുന്നു. ചുറ്റുമുള്ള എല്ലാവരുടെയും ഇഷ്ടത്തിന് ജീവിച്ച് അവൾ സ്വന്തം ഇഷ്ടങ്ങൾ പോലും മറന്നുപോയി. 23 വയസ്സ് വരെ സ്വന്തം ജീവിതത്തിൽ ഒരു കുഞ്ഞാഗ്രഹം പോലും സാധിക്കാത്തവളായി മാറി. പഠിക്കാനും വരക്കാനും കവിതകൾ എഴുതാനും അങ്ങനെ ഒരുപാട് കഴിവുകൾ ഉണ്ടായിട്ടും അവൾ എവിടെയും എത്തിയില്ല, അല്ലെങ്കിൽ നമ്മുടെ സമൂഹം അവളെ എത്താൻ അനുവദിച്ചില്ല. ഇന്ന് അവൾ ജീവിതത്തിൻ്റെ പുതിയ പടികൾ കയറിക്കൊണ്ടിരിക്കുകയാണ്, പുതിയ പെൺകുട്ടിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ചുറ്റും ഇങ്ങനെയുള്ള ഒരുപാട് പേരുണ്ട്. ആൺകുട്ടികളും പെൺകുട്ടികളും അടക്കം ഒരുപാട് പേരുണ്ട്. നിങ്ങളൊരു സൈക്കോളജിസ്റ്റോ സൈക്കാട്രിസ്റ്റോ ആവണമെന്നില്ല. അവർക്ക് വേണ്ടത് നിങ്ങളുടെ സിമ്പതിയുമല്ല. കൗൺസിലിങ്ങോ തെറാപ്പിയോ നിങ്ങൾക്കറിയണമെന്നില്ല. പക്ഷേ കേൾക്കാൻ ഒരാളുണ്ടെന്ന വിശ്വാസം, മനസ്സിലാക്കാൻ ഒരാളുണ്ടെന്ന വിശ്വാസം അവർക്ക് കൊടുത്താൽ മതി. ആ ഒരു വിശ്വാസം, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കൊടുക്കുന്ന ആ ഒരു സമയം, അത് മതി അവർക്ക് എല്ലാം അതിജീവിച്ച് മുന്നേറാൻ. നേരത്തെ പറഞ്ഞ പെൺകുട്ടി അവളുടെ ജീവിതം തന്നെ ചെറിയ ചെറിയ കവിതകളാക്കി എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ ഒന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാം. ഒരു നാൾ അവൻ കുഞ്ഞു പെങ്ങൾക്കൊരു സമ്മാനം നൽകി, ഒരിക്കലും മായാത്ത രക്തസമ്മാനം. സ്നേഹത്തിൻ മടിയിൽ പിടിച്ചുരുത്തി തഞ്ചത്തിൽ ചോദിച്ചു, ഉണ്ണി പിറക്കുന്നത് എങ്ങനെയാ? കുഞ്ഞിക്കണ്ണുകൾ വിടർത്തി അവൾ മൊഴിഞ്ഞു, ബലൂണ് പോൽ വീർത്ത അമ്മതൻ വയറിൽ നിന്നൊരു നാൾ ഉണ്ണി പുറത്തു ചാടും. അല്ലല്ല, അങ്ങനെയല്ല, ആരോടും പറയില്ലേൽ കാണിച്ചു തരട്ടെയോ പൊന്നിന്. ധൃതിയിൽ അവൻ്റെ കൈകൾ നീങ്ങി കുഞ്ഞുടുപ്പ് മാറ്റി അവൻ പഠിപ്പിച്ചത്രേ എങ്ങനെ ഉണ്ണി പിറക്കുമെന്ന്. ആരോടും പറയല്ലേ, പറഞ്ഞാൽ അവർ അടിച്ചിടും എൻ പൊന്നിനെ. കാമപ്പൊതി മാറ്റി അവൻ മൊഴിഞ്ഞു. ആദ്യാക്ഷരം പഠിച്ച 5 വയസ്സുകാരിക്ക് അന്ന് ഗുഡ് ടച്ചും ബാഡ് ടച്ചും ആരും ചൊല്ലിക്കൊടുത്തില്ലത്രേ. വടി പേടിയാണ് അവൾക്ക്, പറഞ്ഞാൽ അടി കിട്ടിയിടുമോ? കൂട്ടുകാരോടോതിയാൽ കളിയാക്കിയിടുമോ? കാലങ്ങൾ കടന്നു, അവൾ ഒരു പെണ്ണായി. ഓർമ്മകൾ വന്നവളെ കാർന്നു തിന്നു. ആരോട് പറയാൻ, ആരെ കേൾക്കാൻ? പറയാൻ അവൾക്ക് തെളിവില്ലല്ലോ. അവനോ ഇന്നും സമൂഹത്തിൽ മാന്യ പുരുഷൻ. താങ്ക് യു.